വരൂ. നമസ്കാരം മീരാമ്മ. ആര് ബാലമുള്ളയോ? ഇതാരാത്? എനിക്ക് വേണ്ടപ്പെട്ടൊരു കുട്ടിയാ. ഇവക്കൊരു ജോലി കൊടുക്കണം. അതിനുകൊണ്ടൊന്നുക ഉപേക്ഷിക്കരുതേ. ശരി, ബാലംപിള്ളയുടെ ആളെന്ന് പറയുമ്പോ എനിക്ക് ഉപേക്ഷിക്കാൻ ഒക്കുവോ? കാര്യമായിട്ട് നോക്കണേ. ആദ്യമായിട്ടാ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്. ശല്യക്കാരിയൊന്നും അല്ലല്ലോ? ഏയ്, നല്ല മര്യാദക്കാരിയാ. ഇല്ലെങ്കിൽ ഞാനിവിടെ കൊണ്ടുവരുമോ? എന്താ പേര്? രാധ. രാധമ്മ എന്നാ ഞങ്ങളൊക്കെ വിളിക്കുന്നത്. ആ, എടി വാസന്തി, ഈ കുട്ടി അകത്തേക്ക് വിളിച്ചോണ്ടു. വരൂ, ഇവിടെ ഇങ്ങോട്ട് കൂടി. എടി കമലമ്മേ, നാശം. ഉറങ്ങാൻ കിടന്നാൽ തുണി പോയാലും അറിയില്ല. ഓ, അവ കൊണന്നിരുന്നാലും തുണി ഉടുക്കുന്ന ഇഷ്ടമല്ല. എവിടെയും മുടിഞ്ഞ ഉറക്കം കാരണമല്ലയോ കൂടെ കിടന്നവൻ അരയെ കിടന്ന് അരഞ്ഞാണ് ഓടിച്ചോണ്ട് പോയത്. ഇതെന്താ എല്ലാരും ഇങ്ങനെ പകല് കിടന്നുറങ്ങുന്നത്? ഇവിടത്തെ പണിയെല്ലാം രാത്രിയില്ല. എന്നെ കൊണ്ട് നാളെവിടെ? അയാൾ അപ്പോഴേ പോയല്ലോ. എന്തിനാ? എനിക്ക് വീട്ടിൽ പോണം. അത് കൊള്ളാം. അയാള് ചോദിച്ച നോട്ടെണ്ണി കൊടുത്തതേ നിന്നെ വീട്ടിലയക്കാനല്ല. ഉദ്യൊന്നും പറഞ്ഞ് അയാൾ എന്നെ കൊണ്ടുവന്നത് ദേശീയത്തിൽ വിൽക്കാനായിരുന്നു അല്ലേ? എടി, ഉദ്യോഗത്തിന് പോകുന്നവളുമാര് ഒരു മാസം ഉണ്ടാക്കുന്ന രൂപ നിനക്കിവിടെ ഒരു ദിവസം കൊണ്ടുണ്ടാക്കാം. മര്യാദയ്ക്ക് വീട്ടിൽ കൊണ്ട് വിടാനാ പറഞ്ഞത്. മര്യാദയ്ക്കകത്ത് പോവാനാ പറഞ്ഞു. ഇല്ല, ഞാൻ പോവില്ല. നീ പോവില്ല അല്ലേ? നിന്നെ കൊണ്ട് പോവാൻ ഒക്കോ ഇല്ലെന്ന് ഞാൻ നോക്കട്ടെ. എന്റെ ക്യാരക്ടർ ശരിക്കും നീ മനസ്സിലാക്കിയിട്ടില്ല. പൊടിയകത്ത്, പൊടിയകത്ത്, പൊടിയകത്ത്. വീട്ടിൽ പോണോ അല്ലേ? പൊട്ടിക്കോളറി കരയുന്നോ? ഒന്നാണോ ഞാൻ ആരെന്നാ നീ വിചാരിച്ചത്? നീ ശരിയാവുമെന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ. കഴിവറിയളെ എന്നാലും നോക്കിയിരിക്കുന്നത്. ഇവളുടെ അമ്മമ്മ വരെ ഞാൻ ശരിയാക്കും.